പത്തനംതിട്ട കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡ് കുളത്തുമണ്ണിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞിരുന്നു. കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞതിൻ്റെ പേരിൽ വനം വകുപ്പ് അന്വേഷണം നടത്തുകയും പ്രദേശവാസികളെയൊക്കെ പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വിളിപ്പിച്ച ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ കാണുന്നതിനായി കോന്നി MLA KU ജനീഷ് കുമാർ ആ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തുകയും പിന്നീട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് തർക്കിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം ഒരു തെങ്ങ്, ഇത് കാട്ടാന നശിപ്പിച്ച തെങ്ങാണ്. ഇവിടെ ഒരു കാർഷിക വിളകളും കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ജനങ്ങൾ പറയുന്നത് കാട്ടാന അതുപോലെ തന്നെ മറ്റ് വന്യമൃഗങ്ങൾ ഉൾപ്പെടെയുള്ളവയെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പ്രദേശവാസികളും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എത്രമാത്രം രൂക്ഷമാണ് ഇവിടെ ഈ വന്യമൃഗശല്യം? ഇവിടെ ഭയങ്കര ശല്യമാണ്. ഞങ്ങൾക്ക് ജീവിക്കാൻ യാതൊരുവിധ മാർഗ്ഗമില്ല. പറഞ്ഞു ഞങ്ങൾ മടുത്തു. എന്നും ഇതുപോലെ ചാനലുകാർ ഡെയിലി ഇവിടെ വരുന്നു. ഇന്നലെ വന്നു, മെനഞ്ഞാന്ന് വന്നു, അങ്ങനെ ഓരോ ദിവസങ്ങളിലും ചാനൽ വരുന്നുണ്ട്, റിപ്പോർട്ട് എടുക്കുന്നുണ്ട്, പോകുന്നു. എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത്? എൻ്റെ ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ നടപടി സ്വീകരിക്കാത്തത്? എല്ലാവരും വരുന്നുണ്ട്, കാണുന്നുണ്ട്, പോകുന്നുണ്ട്. അത് മാത്രം മതിയോ? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് ജീവിക്കും? എനിക്ക് ഈ കാണുന്ന ഈ വീടും വസ്തുവും മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞെന്നൊക്കെ പറയുന്നത്, ഞാൻ എങ്ങോട്ട് ഒഴിഞ്ഞു പോകും? എവിടോട്ട് പോകും? എനിക്ക് വേറെ ഭൂമിയില്ല, ഒന്നുമില്ല. അപ്പോൾ ഇതിന് നടപടിയാ. ഈ വാക്കുകളും മാത്രമല്ല വേണ്ടുന്നത്. ഇപ്പം DF ഓഫീസിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഹാങ്ങിങ് ഫെൻസിങ് ഇടാം, അലാം സിസ്റ്റം വെക്കാം. ഇതെല്ലാം വാക്കുകളിലുണ്ട്. പക്ഷേ ഈ വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? വാക്കല്ല വലുത്, പ്രവൃത്തിയാണ് വലുത്. ഞങ്ങളെ രക്ഷിക്കണം. ഇവിടെ ഒരണ്ണനും 5-6 ലക്ഷം രൂപ നഷ്ടമുണ്ടായത്. എന്തുവാ നടപടിയെടുത്തത്? ആരും വന്നില്ല, നോക്കാനും വന്നില്ല. ഇപ്പം വീടിൻ്റെ മുറ്റത്ത് കയറി, ഇതാ നോക്കിക്കോ, ആ ഭാഗം വരെ, ആ മുറ്റം വരെയാണ് കയറി വന്നത്. ഇപ്പോൾ മറ്റൊരു ദൃശ്യം കൂടി കാണാം. ഒരു തെങ്ങിന് സംരക്ഷണ കവചം ഒരുക്കിയിരിക്കുകയാണ്. തകര ഷീറ്റാണ് ഈ തെങ്ങിന് ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയാണ് എന്ന് നമുക്ക് ഈ പ്രദേശവാസികളോട് തന്നെ ചോദിക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ തെങ്ങിനൊരു സംരക്ഷണ കവചം തീർത്തിരിക്കുന്നത്? ഇത് പന്നി അടിക്കാതിരിക്കാനും കുരങ്ങ് കയറാതിരിക്കാനും വേണ്ടിയാണ്. ആ തെങ്ങിലാണെങ്കിൽ ഇഷ്ടംപോലെ തേങ്ങ ഉള്ളതായിരുന്നു. ഒരൊറ്റ തേങ്ങ കരിക്ക് പിന്നെ കുരങ്ങ് തരത്തില്ലായിരുന്നു. ഇപ്പം കുറച്ച് ശല്യം കുറഞ്ഞിരിക്കുക. അതിനു വേണ്ടിയാണ് ഈ തകര ഷീറ്റ് അടിച്ചിരിക്കുന്നത്. പന്നി, കുരങ്ങ്, ഇപ്പം ആന ഫെബ്രുവരി 19-ാം തീയതി ഞങ്ങളുടെ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന ഒരു 80 സെന്റ് നിലം ഉണ്ടായിരുന്നു. അതിനകത്ത് കയറി 1/4 ഭാഗം പിന്നെ വിളവായ കൊലച്ചു വരുന്നത് അതിൻ്റെ 1/4 ഭാഗം തിന്നു. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ അങ്ങനെ കുറച്ച് വാഴക്കൊല ഉണ്ടായിരുന്നു, അങ്ങനെ പോയി. ഈ കഴിഞ്ഞ ഏപ്രിൽ 30-ാം തീയതി രാത്രി കയറി അത് മൊത്തം JCB അടിച്ചതുപോലെ അത് നല്ല നിരപ്പാക്കിയിട്ടിട്ടുണ്ട്, തറയെല്ലാം നിരപ്പാക്കിയിട്ടിട്ടുണ്ട്. ആ ദിവസം തന്നെയാണ് ഇവിടെ വന്ന് ഈ വീടിൻ്റെ മുറ്റത്ത്, ഇവിടെ എൻ്റെ ചേട്ടൻ്റെ വീടിൻ്റെ മുറ്റത്ത്, ഇവിടെ ഈ കണ്ടത്തിൽ എല്ലാം വന്ന് ശല്യം ചെയ്തിട്ട് പോയത്. ഇതും ഫോറസ്റ്റുകാർ വന്ന് ഇതെല്ലാം കണ്ട് ഞങ്ങളോട് അക്ഷയയിൽ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞ് ഞങ്ങൾ 19-ാം തീയതി പോയതും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇപ്പം പോയതും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർ വന്ന് ഇതെല്ലാം അന്നും പ്രസിഡന്റും ഒക്കെ ഉണ്ടായിരുന്നു. അവർ ഞങ്ങളോട് ചില ഇതൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അവർ ചെയ്യുമായിരിക്കും എന്നുള്ള ഇതിൽ ഞങ്ങളിരിക്കുന്നു. ഇവിടെ കൃഷിക്കാരാണല്ലോ കൂടുതൽ, കൃഷിയാണ് ഉപജീവന മാർഗം. വന്യമൃഗ ശല്യം എത്രമാത്രം രൂക്ഷമാണ്? ഞാൻ 40 വർഷമായിട്ട് കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു കർഷകനാണ്. എൻ്റെ അച്ഛനും വല്യച്ഛനും ഒക്കെ കൃഷി ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന കർഷകരാണ്. അപ്പോൾ ഇവിടെ വന്യമൃഗ ശല്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ രൂക്ഷമായ എൻ്റെ കൃഷി സ്ഥലത്താണ് ഇറങ്ങി ഫെബ്രുവരി 19-ാം തീയതി നശിപ്പിച്ചത്. അന്ന് എനിക്ക് 2 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട്. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രാദേശിക പ്രവർത്തകരോടും ഞാൻ അന്ന് പറഞ്ഞു, ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികളെയും വിളിച്ചു കൂട്ടി ഇതൊന്ന് കൂട്ടണമെന്ന് പറഞ്ഞു. ഒരൊറ്റ മനുഷ്യൻ വന്നുമില്ല. ഇന്നേ തീയതി വരെ എന്നോട് നിങ്ങൾ എന്താണ് ഇത് സംഭവിച്ചത്, നിങ്ങൾക്ക് നഷ്ടം എന്താ സംഭവിച്ചതെന്ന് ആരും ചോദിച്ചിട്ടുമില്ല. ഇപ്പോൾ കഴിഞ്ഞ 19-ാം തീയതി ഇറങ്ങി ബാക്കി ഉള്ളതും അന്നാണ് ഇവിടെ എല്ലാം വന്നത്. 30-ാം തീയതി ഇവിടെ വന്ന് എല്ലാം മൊത്തം നശിപ്പിച്ചിട്ട് പോയി. ഇത് ഫോറസ്റ്റുകാരെ ചീത്ത വിളിച്ചിട്ടോ ഫോറസ്റ്റുകാർക്ക് അവരുടെ നിയമം അനുസരിച്ച്, എന്നെ സംബന്ധിച്ചോളം ഞാൻ എപ്പോൾ അവരെ വിളിച്ചിട്ടുണ്ടോ അവരെ വന്നിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. അവർ ചില കാര്യങ്ങൾ ചെയ്യാവുന്ന അവരുടെ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ നമ്മുടെ ഭരണകൂടം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഈ നിയമങ്ങൾ 42 വർഷം മുമ്പേ ഉണ്ടാക്കിയ ഒരു നിയമം മാറ്റാൻ നമ്മുടെ ഭരണകൂടത്തിന് പറ്റുന്നില്ല എങ്കിൽ പിന്നെ എന്താ ഇതിൽ പറയണ്ടേ? എന്താ പറയണ്ടേ? ഈ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം, എല്ലാ രാഷ്ട്രീയ നേതൃത്വമോ സർക്കാരുകളോ കേന്ദ്ര സർക്കാർ മാറ്റുന്നില്ല എങ്കിൽ സുപ്രീം കോടതി പോകണം. അവരവർക്ക് ആവശ്യമുള്ള നിയമം മാറ്റാൻ ഇവരെല്ലാം പോകുന്നുണ്ടല്ലോ, എല്ലാവരും പോകുന്നുണ്ട്. ഭരണഘടന പോലും അതീതമായിട്ട് പോലും ഇപ്പം കോടതികൾ വിധി പ്രഖ്യാപിക്കുന്നുണ്ട്. ഇവരെന്തുകൊണ്ട് പോകുന്നില്ല? അപ്പം കർഷകരെ സംരക്ഷിക്കുക എന്നുള്ളതാണെന്ന് ഇപ്പോൾ കുളത്തോണ്ടി മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ ഉള്ളൊരു പ്രശ്നമാണ്. ഇന്നിപ്പോൾ ഒരാളെ പുലി കൊന്നിട്ടുണ്ട്.
ഇന്ന് രാവിലെ ഒരാളെ പുലി ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പാവപ്പെട്ട തൊഴിലാളിയെ 45 വയസ്സുള്ള ഒരാളെ പുലി കൊണ്ടുവന്നിട്ടുണ്ട്. ആ പുലിയെ ഒന്ന് തോണ്ടിയാൽ ഇവിടെ കേസെടുക്കും. എടുക്കത്തില്ലയോ? സൂക്ഷിച്ചു നോക്കിയാൽ കേസെടുക്കും. ഈ നിയമങ്ങൾ മാറ്റാൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾ എന്തുകൊണ്ട് തയ്യാറാകുന്നത്? ഇവരെല്ലാവരും കർഷകരുടെ കൂട്ടത്തിലാണ്. ഇപ്പോൾ ഇവർ വരുന്നു, വൈകിട്ട് DCCയുടെ നേതാക്കന്മാർ വരും എന്ന് പറയുന്നു, നാളെ മറ്റന്നാളെ ഇപ്പം BJPയുടെ നേതാക്കന്മാർ വരും. ഇവരെല്ലാം വന്നിട്ട് ഞങ്ങൾ സംരക്ഷിച്ചോളാമെന്ന് പറഞ്ഞ് എന്ത് സംരക്ഷണമാണ് ഇവിടെ ജനങ്ങൾക്ക് കൊടുക്കുന്നത്? വയനാട്ടിൽ കണ്ടു, വയനാട്ടിൽ രൂക്ഷമായ സമരങ്ങളും രൂക്ഷമായ ലാത്തിച്ചാർജും കേസുകളും ഒക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് വയനാട്ടിൽ ഇപ്പോഴും ആൾക്കാർ ചത്തുകൊണ്ടിരിക്കുക. ഇത് മാറണമെങ്കിൽ ഇവിടുത്തെ നിയമം മാറണം. ഇവിടുത്തെ നിയമം മാറിയേ പറ്റൂ. അതും മാറാൻ സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും കർഷക സംഘടനകളായാലും തയ്യാറാകണം. അത് തയ്യാറാകാത്തടത്തോളം കാലം ഇവിടെ യാതൊരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല, കർഷകർക്ക് ജീവിക്കാനും പറ്റത്തില്ല. ഇവിടെയുള്ള ആളുകളുടെയും ഒപ്പം തന്നെ കർഷകരുടെയും ഒക്കെ ഒരു ആവശ്യം ഇതാണ്. രാഷ്ട്രീയ പാർട്ടികൾ വന്ന് ആശ്വസിപ്പിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഇടപെടാമെന്ന് പറഞ്ഞതുകൊണ്ടോ അങ്ങനെ വാക്കുകൾ കൊണ്ട് കാര്യമില്ല. കൃത്യമായിട്ടുള്ള നടപടികൾ തന്നെയാണ് വേണ്ടത് എന്നാണ് ഈ കുളത്തുമൺ പ്രദേശവാസികളുടെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.